നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഈ സാരി കൊടുത്ത് എങ്ങോട്ടാണെന്ന്. ഞാനിന്ന് നാലമ്പലം തൊഴാൻ വേണ്ടി പോവാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, അമ്മയും അമ്മൂമ്മയുണ്ട്. ഞങ്ങളൊരു ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ 5 മണിക്ക് തന്നെ അവിടുന്ന് പുറപ്പെട്ടു. ആദ്യം ഞങ്ങൾ എത്തിയത് രാമപുരത്തുള്ള രാമക്ഷേത്രത്തിലായിരുന്നു. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ചയാണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഒരു നീണ്ട ക്യൂ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഭഗവാനെ കണ്ട് അവിടുത്തെ വഴിപാടൊക്കെ കഴിപ്പിച്ച് പിന്നെ ഞങ്ങൾ അവിടുത്തെ കഞ്ഞി കുടിക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞ് അടുത്തായിട്ട് തന്നെയാണ് ലക്ഷ്മണന്റെ ക്ഷേത്രം, അതായത് കൂടപ്പുലത്തായി ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് ഈ ചതുർബാഹു സമർപ്പണമാണ്. പിന്നെ അവിടെയുള്ള ദർശനവും വഴിപാടും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് അമനകരയിലുള്ള ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നു. രാമന്റെ ക്ഷേത്രത്തിലുണ്ടായിരുന്ന അത്ര തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഭരതസ്വാമിയുടെ അവിടെയാണ് പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് ശംഖുപൂജയാണ്. ഓരോ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും ഓരോ അനുഭവം തന്നെയാണ്. ഭരതന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ദേവിയുടെ ക്ഷേത്രമുണ്ട്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് പായസമൊക്കെ കിട്ടി. അതൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഏറ്റവും ഒടുവിലാണ് മേതിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ എത്തിയത്. ഓരോ അമ്പലത്തിൽ ചെല്ലുമ്പോഴും ഓരോ വീഡിയോസും ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം നല്ല തിരക്കും കാര്യങ്ങളുമായിരുന്നു. പിന്നെ മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു അനുഭവമായിരുന്നു.